എല്ലാവർക്കും നമ്മുടെ എഫ് കെമിൻ്റെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മളിത് പിന്നെ ഒരു ഇൻട്രോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ റെഡി ആയില്ല, സൗണ്ട് ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ എടുത്തിക്കാണ് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മളത് കളിക്കാൻ പോകുന്ന വെച്ചാൽ പുതിയൊരു ഹൊറർ മോഡായിരുന്നു. ഇന്നലെ നമ്മൾ കളിച്ച വെച്ചാൽ ഇത്തിരി 3 പയ്യന്മാരുടെ കൂടെയാണെങ്കിൽ നമ്മൾ കളിക്കാൻ പോകുന്നത് നമ്മുടെ നൻപനായിട്ടുള്ള സുഹൃത്തായിട്ടുള്ള ഹീറോ ബ്രെയിൻ്റെ ഒപ്പമാണ് ഗൈസ്. പാവം ചക്കനാണ് ഗൈസ്. നമ്മളെ പോലെ പ്ലെയറിനെ പോലെ ജോയിൻ ചെയ്യുന്നൊക്കെയാണ് ഞാൻ കേട്ടിരിക്കുന്നത് നമ്മുടെ ഈ വേൾഡിലേക്ക് കയറണൂടെ. നമ്മൾ ഇന്ന് നമ്മുടെ വില്ലേജിൽ ഞാൻ ഗൈസ് പോണായിരിക്കുന്നത്. അത് നല്ലൊരു തീരുമാനമാണ്. പാവം ചക്കനാണ് കേട്ടിരിക്കുന്നത് ഗൈസ്. ഇനി ഇത് വർക്കാവാൻ അറിയില്ല, വർക്കാവണ ഈ വീഡിയോ വരുന്നതായിരിക്കും, അല്ലെങ്കിൽ വരികയായിരിക്കില്ല. പിന്നെ നമ്മൾ ഈ മിഡ് നൈറ്റിൻ്റെ അടുത്തൊരു വീഡിയോ ഇടാൻ വിചാരിച്ചു ഗൈസ്, പക്ഷേ എൻ്റെ ഫയൽ പോയി. ആ ഒരു വീഡിയോ മാത്രം ഉണ്ടാവുള്ളൂ. നോക്കട്ടെ ഗൈസ്, വീഡിയോ ഇടാൻ പറ്റുമോ നോക്കാം. നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയേ? നമുക്കപ്പോൾ മരം വെട്ടി തുടങ്ങും. അവൻ വന്നാ ജോയിൻ ചെയ്താ ഫെയിലിടുന്നൊക്കെയാണ് കാണിക്കുന്നത്. അറിഞ്ഞൂടാ വർക്കാവില്ലേന്ന് അറിഞ്ഞൂടാ. എനിക്കെന്താണോ ഈ ഹൊററിൻ്റെ ഇതൊന്നും വീഡിയോയ്ക്ക് എന്താണല്ലേ. പക്ഷേ ഹീറോബൈ നമ്മുടെ നൻപനെ കൊണ്ട് നമ്മൾ ഈ വീഡിയോയ്ക്ക് എന്തായിരിക്കും ഗൈസ്, മറ്റേമാരെ പോലെയല്ലേ, അവന് ബ്ലോക്ക് കൂടി അറിയില്ല എന്നാണ് ഞാൻ കേട്ടത്. അവനെ കൊല്ലാൻ പറ്റില്ല എന്നും കൂടി ഞാൻ കേട്ടു ഗൈസ്. നമ്മുടെ പോലെ ഒരു പ്ലെയറിൻ്റെ പോലെ, പക്ഷെ നമുക്ക് പ്ലെയറെ കൊല്ലാൻ പറ്റില്ല ഗൈസ്. അതുപോലത്തെ സാധനം അവനൊരു ക്രിയേറ്റീവ് മോഡിലാണ് നമ്മൾ സർവൈവില്, മനസ്സിലായോ? അങ്ങനത്തെ ഒരു ഇതാണ്. ചിലർക്ക് മനസ്സിലായണ്ടോ, ചിലർക്ക് മനസ്സിലായില്ല. മനസ്സിലായില്ലെങ്കിലും ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് ഗൈസ്. എന്തിരാവട്ടെ, അവൻ ലേശം സീനാണ് ഗൈസ്. കേപ്പിന് വേണ്ടി ഓണാക്കി ഇടുന്നു. അത് ഓട്ടെ. പിന്നെ മതി ടൂൾസ്. നമുക്ക് സ്മിത്ത്, അയ്യോ ഇയാളെൻ്റെ പേര് ഇതും കൂടെ നോട്ടെ. എൻ്റെ ഇവിടെ വെപ്പൺ സ്മിത്ത് പോട്ടെ. നമ്മുടെ ആളുടെ വീട്ടിലാണ്. ഇവിടെ ലൂട്ടുണ്ടാവും എനിക്കറിയണ ഇതൊക്കെ നമുക്കറിയാം. അയ്യൻ ഇത് മതി. പിന്നെ നമ്മളെന്തെങ്കിലും ഇപ്പോൾ ടൂൾസൊക്കെ ഉണ്ടാക്കിയേ. പിന്നെ വേറെ ഹീറോ എനിക്ക് നിന്നെയും പേടില്ല, ഇതിൻ്റെ കൂട്ടുകാരും പേടില്ല, ഇതിൻ്റെ ആരും പേടില്ല. അല്ല പിന്നെ ഹീറോ ഇപ്പം ടൂൾസൊക്കെ കിട്ടുന്നുണ്ട്. ഇതൊക്കെ വിട്ടിരിക്കട്ടെ. ആയിപ്പടെ ഈ ബ്രെഡും കിട്ടി. താങ്ക് യു ഗൈസ് ഫോർ ദ ഹെൽപ്പ്. അടുത്ത വീട് നമ്മൾ അങ്ങനെ അടുത്ത വീട്ടിലും കൂടി ലൂട്ടടിക്കാൻ കയറിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അവിടുത്തെ ലൂട്ടൊക്കെ ഫുൾ എടുത്തിട്ടുണ്ട് ഗൈസ്. ഇതുവരെയായിട്ട് അവൻ കയറിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ അറിയാണ്ട് AFK പോയി ഗൈസ്. ഉണ്ട് എനിക്കറിഞ്ഞൂടാ. അപ്പോൾ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, എനിക്കറിഞ്ഞൂടാ. ഞാൻ സ്പോണിൻ്റെ അവിടെ പോയ പെട്ടെന്ന് രാത്രി എന്തോ ഹീറോ ബ്രെയിൻ എന്തോ കളിയാണെന്നുണ്ട് എന്തൊക്കെ സംഭവിച്ചു ഗൈസ്. അത് പോട്ടെ. പിന്നെ ഞാൻ കയറിയപ്പോൾ ഹീറോ ബ്രെയിൻ ലെഫ്റ്റ് ഗെയിമും കൂടി കാണിച്ചു ഗൈസ്. അപ്പോൾ എനിക്ക് എന്തോ അവൻ കയറിയിട്ട് എന്തോ കോപ്രായം കടി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് സ്പോണിൽ നിൽക്കുന്നു ഗൈസ്. എന്നെ എടുത്ത് സ്പോണിൽ കൊണ്ടിട്ടുന്നുണ്ടവൻ. ഞാൻ AFK ആയിക്കണമെങ്കിൽ ഒന്നും അറിയാനും പറ്റില്ല. ശരി, എന്തെങ്കിലും വ്യത്യാസം കണ്ടോ നോക്കാം നമ്മുടെ വില്ലേജിന്. ഏകദേശം നമ്മുടെ വില്ലേജിലൂടെ തപ്പി നോക്കി എന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങനെ എന്തെങ്കിലും നോക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ സീനില്ല അത്രയ്ക്കും. അതേ ഇവിടെ ഫുള്ള് കറങ്ങി. ഇവിടെ ഹൈബേൽ ഉണ്ടായിരുന്നു ഗേസ്. അത് നമ്മളിങ്ങനെ മുറിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഫുള്ളെടുത്ത് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഗേസ്. നമ്മൾ ലൈഫിൽ കിടക്കില്ലേ അത് കൂടെ. നമുക്ക് ഫുഡ് ഉണ്ടാക്കല്ലേ. ഫുഡിനോട് തെറ്റേ ഗേസ്. അത് എന്താ ഫസ്റ്റ് ബേസിലാവും മാത്രം ഇങ്ങനെ. അതിൻ്റെ അർത്ഥം നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. അവിടെ പോലെയത് പോകാൻ പറ. ഷീൽഡൊന്നും വേണ്ട. അല്ല പിന്നെ ഷീൽഡൊക്കെ ആർക്കാണ്. കണ്ടാ നിങ്ങൾ ഹീറോ ബ്രെയിൻ ജോയിൻ എടുത്ത ഗെയിം. ഇനി കളി മാറും. വീട് ഹീറോ ബ്രെയിൻ ജോയിൻ ആയിട്ടുണ്ട്. അപ്പോൾ ഷീൽഡിൻ്റെ കാര്യം ഹീറോ ബ്രെയിൻ കാണിച്ചിരിക്കും. നോക്കട്ടെ പ്ലെയർ ഇവിടെ എവിടെയും ചുറ്റിക്കറങ്ങുണ്ടോ ഗൈസ്. നോക്കാം.
അച്ഛനെ താ തമ്പി തമ്പി അങ്ങനത്തെ നമ്മൾ അവനെ തപ്പിയത് കുറേ ഇങ്ങനെ ഓടിയൊക്കെ നടന്ന്. പക്ഷേ അപ്പോൾ അവൻ്റെ ഒക്കെ കാണാനില്ല കേസ്. അവൻ നമ്മൾ കുറേ തപ്പി അവനൊന്നും കാണാനില്ല. പിന്നെ ലാസ്റ്റ് നമ്മളിത് മരം വെട്ടാൻ പോകണം. നമുക്കപ്പോൾ ഇത്രയും കൂടി മരം വെട്ടാലേ. നമുക്ക് അമ്മേ അയ്യോ കണ്ട നിങ്ങളാണ്ടാ എൻ്റെ പൊന്നു മക്കളെ ഒന്നവൻ്റെ കല്ലോടി അവൻ്റെ കല്ലോടി ആ വില്ലേജസ് നിങ്ങളെന്തെങ്കിലും കണ്ട ഞാനേ കണ്ടുള്ളൂ. എന്താ മരത്തിൽ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ഇവിടെ ഒരു സ്പോമൻ്റെ വെക്കട്ടെ. നീ അവിടെ പോയി സ്പോണാവും കേസ്. അത് വേറൊരു കാര്യമാണ്. ഒരു മൊമെന്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയാണേ സ്ഥലമില്ലാണ്ടൊരു കാര്യങ്ങൾ ദേ പോണത് ഏട്ടായി ദേ പോയി തല വന്നവന് ഹീറോയിൻ്റെ കൂട്ടുകാരാ ഒരു നേരത്തെ ഹീറോ തലയില്ലാണ്ട് പോണ്. നിങ്ങൾ കണ്ട അവർ നേരത്തെ രാമയ്യ വസ്താവയെ കളിച്ചു പോയതുണ്ടോ ഗൈസ് നിങ്ങൾ? ഗൈസ് അങ്ങനെ നമ്മൾ വീണ്ടും രണ്ട് ബാക്ക് അടിച്ച് നമ്മളത് വീണ്ടും കയറി. അതുകൊണ്ട് നമ്മളത് വീണ്ടും മരവും കുറേ മുറിച്ച് ഗൈസ്. നമ്മൾ വീണ്ടും സൺട്ടൊന്നും അവനെ കണ്ടില്ല. അങ്ങനത്തെ അവസാനം രാത്രിയായി. പിന്നെ നമ്മൾ വിചാരിച്ചു ഇന്നത്തെ ദിവസം നമുക്ക് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. കൂടെ കിടന്നുറങ്ങാം ഗൈസ്. ദിവസം നമ്മൾ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. 2000 years later. അടുത്തായിട്ട് വലിയ പട്ടി അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചു. നീ പാവാ ഇത് കാണണ്ട തന്നെ പോളാ അറിയിപ്പോളെ. അതാ ഞാൻ ഉദ്ദേശിച്ചു. പൊന്നോ നീ പാവാ. അയ്യോ വെക്കാൻ അതാ ഇത്ര അനുസരണയാ. ഇവിടെ എന്തുവേണേലും സംഭവിക്കാം. അവൻ വന്നു മരം വെട്ടുന്ന അവന് ഇഷ്ടമില്ല. ഇപ്പോൾ മനസ്സിലായിട്ടാ. വെട്ടാൻ പോയപ്പോഴാണ് അവൻ വന്നത്. അവനിപ്പോൾ ചത്തുകൊന്നേ നമ്മളെ. എൻ്റെ പൊന്നോ നമ്മളത് ഇവിടുത്തെ ഒരു വീട് നമ്മുടെ വീടാക്കി എടുത്ത് നമ്മുടെ ചെസ്റ്റൊക്കെ ഉണ്ടാക്കി നമ്മുടെ ലൂട്ടും ആ സാധനങ്ങളൊക്കെ അവിടെ വെച്ച് കേസ്. എന്നിട്ട് നമ്മൾ കുറേ നേരം അവനെ കണ്ടില്ല. 2000 years later. അവസാനം നമ്മളിത് ഒരു റൂവിൻ്റെ ബോട്ടിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് കേസ്. നമ്മൾ അവിടുത്തെ ലൂട്ടടിക്കാൻ പോവാം. ഒബ്സിഡിയൻ ഫ്ലിന്റ് എന്താ സൗണ്ട് ഇടില്ലോ? നിങ്ങൾ ഇടില്ലേ? തോന്നിയിരിക്കില്ലേ? എന്തേ ഇത് കംപ്ലീറ്റ് ആവാൻ പോയ പോലെ എങ്ങനെ? അയ്യോ എടാ അവൻ വന്ന് ഭയങ്കര മുത്തേ പറഞ്ഞില്ലേ നൻപെന്ന് വെച്ചാ ഇങ്ങനെ വേണം കൈസ്. ഇങ്ങനെ കണ്ട ചെക്കൻ കണ്ട എടാ എനിക്ക് അവനെ പിടിച്ചിടാ എന്തൊക്കെയാടാ നൻപനടാ നമ്മളെ എന്താ. അയ്യോ അയ്യോ നീ ഉണ്ട എൻ്റെ കൂടെ വരണ്ട വിളിക്ക് വരണ്ട എൻ്റെ കൂടെ വിളിക്ക് വരണ്ട നീ. അമ്മേ
വരണ്ട അവിടെ ഇതാ പോയി ഇതേ പോണ് നീ എൻ്റെ കൂടെ വരണ്ട പുള്ളി ഇതാ കമ്മീനൊക്കെ എനിക്ക് തരുമോ താടാ മിണ്ടില്ലാടാ എന്നോട് ക്ലോക്ക് എന്തെങ്കിലും ഉണ്ടാ ഞാൻ റേറ്റിൻ്റെ സാധനം നിനക്ക് അവിടെ കിട്ടി എനിക്ക് പ്ലീസ് താടാ എടാ കുട്ടാ ഹീറോപ്ലെയിൻ വൃത്തിടാടാ ഇതന്നെ വൃത്തിയൊക്കെ പിടിച്ചു അവിടെ താടാ ഞാൻ റേറ്റിടാ എനിക്കാടാ ഗൈസ് അവൻ്റെ പവർ കൂടെയൊക്കെ ആയിരുന്നു ബ്ലൈൻഡ് ലെഫ്റ്റ് ചെയ്തു ഗൈസ് ഭാഗ്യം നൻപനെ തന്നില്ലാടാ ഓട് 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 രാത്രി പറയും എന്നെ പരിപാടിയത് ഇതോ അവൻ്റെ കളി തന്നെ ഗൈസ് ഹീറോപ്ലെയിനെ കണ്ടില്ല എന്ന് പറയരുത് കണ്ടേ ഹീറോപ്ലെയിൻ എനിക്ക് എൻ്റെ നൻപനാ നിങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ തമ്മിലുള്ള ബന്ധം കുഞ്ഞുനാൾ തൊട്ട് ഞങ്ങൾ തമ്മിൽ ചങ്ക് ഫ്രണ്ട്സാണ് ഗൈസ് എനിക്കൊരു സ്പോണാവും പിന്നെ കുറേ സോംബി സ്പോണാവും ഗൈസ് എനിക്ക് പിന്നെ പിടിച്ചേക്കാൻ പറ്റില്ല ഇത് മാത്രമാണ് നമ്മളിപ്പോൾ കിടന്നുറങ്ങുന്നത് ഗൈസ് പേടിച്ചിടാൻ കേട്ടോ പിന്നെ ഉറങ്ങട്ടെ അയ്യോ പേടിച്ചില്ല എന്നാലും നല്ല ഇന്ന് സ്പീ ഫാമൊക്കെ എടുത്താലും നല്ലൊരു ഐഡിയ ആണ് നീ പോരുത് ഇറങ്ങരുത് അവന്മാരുടെ അടുത്ത് അയ്യോ എടാ സോംബി വില്ലേത്രടാ വില്ലേജ് സോംബിയടാ പോയിട്ടെ ഓടിക്കോ നമ്മളവനെ കണ്ടു അവൻ ലെഫ്റ്റ് ഉണ്ട് അവനെ കാണിച്ചു തരിക എന്നത് അവൻ്റെ സ്വഭാവം എങ്ങനെയാണ് അതൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ കോള് നമ്മുടെ കോള് നമ്മൾ നെതറിൽ പോയി നെതറിൻ്റെ മറ്റേ പോർട്ടിൽ അതും എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഇത് ഇത്ര പെടുന്ന ഡയമണ്ട് പോലും വേണ്ട ആവശ്യമുണ്ടായില്ല അതിന് മുമ്പേ കംപ്ലീറ്റ് ആയി നമ്മൾ അടുത്ത വീഡിയോ നമ്മൾ നെതറിൽ പോകുന്നതായിരിക്കും സുഹൃത്തുക്കളെ അടുത്ത വീഡിയോ നമ്മൾ നെതറിൽ പോകുന്നു അതിന് മുമ്പ് നമുക്ക് ഇത്തിരി കേവൽ വിട്ട് ഇത്തിരി അയ്യം കണ്ടുപിടിക്കണം ഗൈസ് ഇപ്പോൾ എൻ്റെ സ്വഭാവവൃത്തികൾ ഇങ്ങനെയാണ് എൻ്റെ നൻപനാണ് കൂട്ടുകാരാണ് ചങ്കാണ് ഇതൊക്കെ പാവം ചക്കനാണ് ഗൈസ് പേടിപ്പില്ല നമ്മളൊന്നും ചെയ്യുന്ന വെച്ചാൽ അവർ എടുത്ത് കുറേ നേരം നമ്മളെ ലൈഫാണ് 3 ഹാർട്ടാക്കി കൊന്നേനെ കുഴപ്പമില്ല സീനില്ല അപ്പം നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ് ബൈ അപ്പോൾ നിങ്ങളെല്ലാവരും ചാനൽ ഇപ്പം സബ് ചെയ്യുക ലൈക്ക് വയ്ക്കുക ഇനിയും പിന്നെ ബെല്ലൊക്കെ ഓളയിലിട്ട് ചെപ്പണിൽ നല്ല കിടുക്കാറ്റ് വീഡിയോസ് വരും ബൈ താച്ച കൊടുക്കറ ബൈ കൂടി ബൈ